ബബ്ബബ്ബ തിലകൻ പറഞ്ഞ അതേ അവസ്ഥയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ. ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ അല്ല കണ്ടത്, സെക്കൻഡ് ഡേ ആണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു വട്ട് പടം കാണാൻ പോവാന്നുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടിയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. സിനിമയിൽ എടുത്തു പറയാനാണ് എനിക്ക് തോന്നിയത് ദിലീപിന്റെ ഒരു പ്രസൻസ് ആണ്. ആ രാമലീലകൾ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു എനർജി ഒക്കെ, റൺവേയിലൊക്കെ ഉള്ള അതേ ഒരു എനർജി ഒക്കെ ദിലീപിന് തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് തോന്നിയിരുന്നു. ലാലേട്ടൻ ഈ സിനിമയിൽ എന്തിനാ അഭിനയിച്ചെന്നൊക്കെ പലരും ചോദിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു എൻട്രിയും അതുപോലെ തന്നെ ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നന്നായിരുന്നു. പാട്ടും അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ ക്ലൈമാക്സിന്റെയും ആദ്യം വരുന്നതിന്റെ ഇടയിലായിട്ട് ഒരു പുള്ളി വരുന്നുണ്ട്. കാട്ടിൽ വന്നിട്ട് കുറച്ച് വെടിവെപ്പും ബോംബിടലും പരിപാടിക്ക് അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. ഈ സിനിമയൊക്കെ എടുക്കുമ്പോൾ തിരക്കഥയൊക്കെ ഒന്ന് വായിച്ചിട്ട് ചെയ്തുകൂടെ ലാലേട്ടാ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഈ സിനിമയെ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാൻ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട്. അതായത് ഒറ്റ കാര്യമുള്ളൂ, ലോജിക്ക് ഒന്നും നോക്കണ്ട, കഥയോ പരിപാടിയോ ഒന്നും നോക്കണ്ട, വെറുതെ ഒരു എന്റർടൈൻമെന്റ്. എന്താ പറയാ, ദിലീപിനെയും ലാലേട്ടനെയൊക്കെ കാണാം, അവരൊരു അഴിഞ്ഞാട്ടം കാണാം, എന്നാൽ ലോജിക്കൊന്നും ഇല്ല, ഒരു രസത്തില് എല്ലാവരും കാണാന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി വട്ടുപടം. പിന്നെ കുട്ടികൾക്കൊക്കെ കണ്ടിരിക്കാൻ, അവരൊന്നും ഈ ലോജിക്കൊന്നും നോക്കാതെ അവർക്ക് കുറച്ച് ഇടിയും വെടിയും പുകയും കുറച്ച് ഡാൻസും ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്റർടൈൻഡ് ആവും. എന്നാൽ പോലും ഈ അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ കുറച്ചൊന്ന് നോക്കിയിട്ടൊക്കെ തിരക്കഥ എഴുതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.